ആയിട്ട് കുറച്ച് അകലുണ്ട്. അതുകൊണ്ടാണോ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ് സുൽത്താനുൽ ഔലിയാ എന്ന് പേരുള്ളവർ സയ്യിദവർദയും ബാവയുമാണോവർ. ബാവാമുതുവിന്ന് കുത്തുബായി വന്നോവർ വാനം മാതളിലും കളി മികച്ചോവർ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇറാനിലെ ജീലാൻ കൈലാൻ എന്ന് പറയുന്ന സ്ഥലം, ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റ 470 പരിശുദ്ധ റമളാൻ 1 മഹാനായ ശൈഖ് ജനിച്ചു. 977 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മഹാനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. 866 ആണ്ട് ദിനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. 866 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനെ അനുസ്മരിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ കൂടാൻ കാരണമെന്താണ്? ലോകത്ത് ആ മഹാൻ കാണിച്ചു വെച്ച ദീനീ ചൈതന്യമാണ് മുഹിയുദ്ദീൻ. ദീനിനെ ഹയാത്താക്കിയത് കൊണ്ടാ. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ദീനുൽ ഇസ്ലാമിന് ജീവൻ നൽകിയവർ എന്നല്ലേ? ഇനി നമുക്ക് പറയാം, ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കാൻ നമുക്ക് അർഹതയുണ്ടോ? ശൈഖ് ഹയാത്താക്കിയിട്ടുണ്ടോ? ശൈഖ് അവർകൾ റമളാനിലാണ് ജനിച്ചത്. റമളാൻ 1 ജനിച്ചത്. ഹിജ്റ 470 ഇറാനിലാണ്, ജീലാനിലാണ്. പ്രസവിക്കപ്പെട്ട റമളാനാണല്ലോ. റമളാനിലാകുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ മുലകുടി പ്രായത്തിൽ തന്നെ ശൈഖ് അവറുകൾ അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങി. എന്താ ഒന്നാമത്തെ അത്ഭുതം? മുതലായ റമളാനിൽ 30 നാളിലും മുലകുടിക്കും കാലം മുലനെ തോടാതോവർ. കുഞ്ഞുകുട്ടിക്ക് മുല കുടിക്കുന്ന പ്രായത്തിൽ നോമ്പെടുക്കേണ്ടതില്ല. ഉമ്മമാർക്ക് ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ആ കുട്ടി റമളാനിൻ്റെ പകലിൽ മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, അത് തന്നെ അത്ഭുതമല്ലേ? കമ്മിൻ കറാമാതിഹാ ഖിമിൻ ഖദ് ളഹറാത് മുനീറതൻ ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറാത്. എത്ര കറാമത്തുകളാണ് മഹാൻ കാണിച്ചത്. ഓ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അത് വളരെ വ്യക്തമായി പ്രകടമായി കാണുന്ന എത്രയോ അത്ഭുതങ്ങൾ മഹാൻ ഈ ലോകത്ത് കാണിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതങ്ങളാണ്. വളർന്നു വലുതായി വന്നപ്പോൾ സത്യസന്ധതയുടെ ഒരുപാട് നീളുന്ന ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകളെ ദീനിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ധീരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധാരാളം ആളുകളെ ആത്മീയമായി സംസ്കരിച്ചെടുക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഖദ് ഖുംതാ ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹ്ദി വൽ ഇജ്തിഹാദി വഫി യൽ വഅദി വൽ അഹ്ദി. വളരെയധികം സിദ്ഖുള്ള ജീവിതത്തിൽ സത്യസന്ധത സിദ്ഖ് ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു കളവ് പോലും പറയാത്ത രീതിയിൽ വളർന്നു വന്നു. സത്യസന്ധത ജീവിതത്തിലുണ്ടായി, ആത്മാർത്ഥത ജീവിതത്തിലുണ്ടായി, ഇജ്തിഹാദ് ജീവിതത്തിലുണ്ടായി. വജ്ഹാദു നഫ്സിൻ അൻ തുസക്കിയ മിൻ റദാ ഇലിഹാ വതഹ്ലിയതും ബിനൂരി ഫളായിലാ.
ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങളില്ലാതെ, വേണ്ടാത്ത സ്വഭാവങ്ങളിൽ നിന്ന്, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, റിയായിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, ഹസദിൽ നിന്ന്, ഹഖദിൽ നിന്നൊക്കെ ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ടുള്ള ജിഹാദ് ആണല്ലോ ശരീരത്തിൻ്റെ ജിഹാദ്. വജിഹാദു നഫ്സിൻ അൻ തുസക്കിയ മിൻ റദാ ഇലിഹാ വതഹ്ലിയതും ബിനൂരി ഫളായിലാ. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് വേണ്ടാത്ത സ്വഭാവങ്ങളെ മാറ്റിയിട്ട് അതിലേക്ക് തഖ്വ കൊടുത്തു, ഇഖ്ലാസ് കൊടുത്തു, സുഹുദ് കൊടുത്തു. അങ്ങനെ എല്ലാ നിലയിലും ആത്മീയമായ ഉന്നതി, ഔന്നിത്യം കരസ്ഥമാക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ എന്ന് പറയുന്നത്. നിങ്ങൾ വിഷയത്തിൻ്റെ അവസാനം വരെ ശ്രദ്ധിക്കണം. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ ഹയാത്താക്കുന്നവർ എന്നാണ്. എന്തുകൊണ്ടാണ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞത്? അവരുടെ ശരിക്കുള്ള പേരെന്താണ്? അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പേര്. അവർക്ക് പേര് മുഹിയുദ്ദീൻ എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. വിളിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ നൂറ്റാണ്ട്, ഉത്തമമായൊരു നൂറ്റാണ്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ള പറയുന്നു അത് എൻ്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടാണ്. പിന്നീട് അതിനോട് അടുത്തു വരുന്ന നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞപ്പോൾ, കാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ, മനുഷ്യരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ, സുമ്മയഅ്തി ഖൗമും, റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, സുമ്മയഅ്തി ഖൗമും, പിന്നൊരു സമുദായം വരും, യശ്ഹദൂൻ, അവർ സാക്ഷി നിൽക്കും, വലാ യുസ്തശ്ഹദൂൻ, അവരെ സാക്ഷി നിർത്തപ്പെടാൻ പറ്റൂല, അവർ സാക്ഷിയാക്കാൻ പറ്റൂല. യൻദറൂൻ വയൻദറൂൻ, അവർ നേർച്ചകൾ നിർവഹിക്കും, വലായൂഫൂൻ, അതവർ പൂർത്തിയായി നിറവേറ്റുന്നതല്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്.